السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഉറങ്ങാൻ നേരത്ത് നിർവഹിക്കുവാനുള്ള ആയത്തുകൾ ഏതെല്ലാം, ദിക്റുകൾ ഏതെല്ലാം എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വം പഠിച്ചവരാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ അധ്യായം സൂറത്തുൽ ബഖറ, ആ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് വന്ന രണ്ട് ആയത്തുകൾ, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്നിങ്ങനെ ആരംഭിച്ച് അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് അവസാനിക്കുന്ന രണ്ട് സൂക്തങ്ങളാണ് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ളത്. ആ രണ്ട് ആയത്തുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞതായി അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിരിക്കുന്നു, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. ആരെങ്കിലും അൽ ബഖറ സൂറത്തിന്റെ അവസാന ഭാഗത്ത് വന്ന രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ, എപ്പോൾ ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ, കഫതാഹു, അത് രണ്ടും അവന് മതിയാകുന്നതാണ്. ഇവിടെ ഫീ ലൈലത്തിൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മഗ്രിബായി കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ, ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പ് ഈ ഏത് സമയത്തും രാത്രിയുടെ ഒരു ദിക്റായിക്കൊണ്ട്, രാത്രിയിൽ ചൊല്ലാനുള്ള ഒരായത്തായിക്കൊണ്ട് നമുക്കിത് നിർവഹിക്കാവുന്നതുമാണ്. ഇനി ആരെങ്കിലും ആ സമയത്ത് രാത്രിയിൽ നിർവഹിക്കുന്നത് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിലാണോ, നന്നായി. എന്നാൽ ഉറങ്ങാൻ കിടക്കുന്ന വേളക്ക് മുമ്പ് ഇത് ചൊല്ലിക്കൂടെ? ചൊല്ലാം. കാരണം ഇത് അദ്കാറുൻ നൗമിലും ഉൾപ്പെടുത്തി പണ്ഡിതന്മാർ. അതോടൊപ്പം തന്നെ അദ്കാറുൽ ലൈല, രാത്രിയിൽ നിർവഹിക്കേണ്ടുന്ന ദിക്റുകൾ അഥവാ ആയത്തുകൾ, അതിലും ഇതിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇതിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടാകുവാനുള്ള കാരണം? സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരിക്കൽ ഒരിടത്ത് തന്നെ ഇരിക്കുകയാണ്. ജിബ്രീലുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ. ആ സമയത്ത് ഒരു ശബ്ദം മുകളിൽ നിന്ന് കേൾക്കുകയാണ്. എന്താണ് ശബ്ദം കേട്ടത്? എന്തോ ഒരു വാതിൽ തുറക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേക ശബ്ദമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം, മുകളിലേക്ക് തല ഉയർത്തി എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഹാദാ ബാബുൻ, ഇതാ ഒരു വാതിൽ, ഫുതിഹൽ യൗം, ഇന്നത്തെ ദിവസം ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു, ലം യുഫ്തഹ് ഖത്തു ഇല്ലൽ യൗം, ഇന്നല്ലാതെ ആകാശലോകത്ത് ഇങ്ങനെ ഒരു വാതിൽ ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ല. ഫനസല മിൻഹു മലക്കുൻ, എന്നിട്ട് ആ വാതിലിലൂടെ ഒരു മലക്ക്, ജിബ്രീലല്ല, ജിബ്രീൽ ഇവിടെ നബിതങ്ങളുടെ കൂടെ ഉള്ളപ്പോഴായി പറയുന്നത്, ഒരു സ്പെഷ്യൽ മലക്ക് ആ വാതിലിലൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദാ മലക്കുൻ, ഹാദാ മലക്കുൻ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇറങ്ങി വന്ന മലക്കിനെ സംബന്ധിച്ച്. ഹാദാ മലക്കുൻ, ഇതാ ഈ മലക്ക്, നസല ഇലൽ അർളി, ഭൂമിയിലേക്ക് ഇതാ ഇപ്പണ്ട് ഇറങ്ങിയതാണ്. ലം യൻസിൽ ഖത്തു ഇല്ലൽ യൗം, ഇന്നത്തെ ദിവസമല്ലാതെ ഈ മലക്ക് ഇറങ്ങിയിട്ടേയില്ല. ഫസല്ലമ, അങ്ങനെ ആ മലക്ക് സലാം പറയുന്നു. വഖാല, എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, എന്ത്? അബ്ശിർ, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക, ബിനൂറൈനി, രണ്ട് പ്രകാശത്തെ കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. മനസ്സിലാക്കണം, ഈ രണ്ടായത്തുകളെ കുറിച്ച് വിശേഷതകളാ പറയുന്നത്. അബ്ശിർ, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക, ബിനൂറൈനി, രണ്ട് പ്രകാശം കൊണ്ട്, ഊതീതഹുമാ, ഊതീതഹുമാ, ഈ മലക്ക് വന്നുകൊണ്ട് എന്താ പറയുന്നത്? അബ്ശിർ ബിനൂറൈനി,
രണ്ട് പ്രകാശത്തെ കൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. ഏതാണ് ആ രണ്ട് പ്രകാശം എന്ന് വഴിയെ നമുക്ക് പറയാനുണ്ട്. ഊതീതഹുമാ, ആ രണ്ട് പ്രകാശങ്ങളും താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ലം യുഅ്തഹുമാ നബിയ്യുൻ ഖബ്ലക, താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും ആ പ്രകാശം അത് രണ്ടും നൽകപ്പെട്ടിട്ടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് അല്ലാതെ ഖുർആൻ മുമ്പ് നൽകിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണല്ലോ. പിന്നെന്താ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം? ഇത്ര പാരായണം ചെയ്താലും ദുആ ചെയ്താലും ഇത്ര മഹത്വമുള്ള രണ്ട് പ്രകാശങ്ങൾ മുമ്പ് ഒരു നബിക്കും നൽകപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ഏതൊക്കെയാണ് ആ രണ്ട് പ്രകാശങ്ങൾ? ഫാത്തിഹത്തുൽ കിതാബി, ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, ഒന്ന് ഫാത്തിഹയെ സംബന്ധിച്ചാണ് പറയുന്നത്. രണ്ട് വഖവാതീം സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്തിന്റെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള രണ്ടായത്തുകളും. ലൻ തഖറഅ ബിഹർഫിൻ മിൻഹാ, അതിൽ നിന്നുള്ള ഏതൊരക്ഷരവും നീ പാരായണം ചെയ്യുന്നതായാൽ ഇല്ലാ ഉഅ്തീതഹു, നിനക്കത് നൽകപ്പെടാതിരിക്കില്ല. ഈ രണ്ട് മുഖേനയും നീ എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും നിനക്കത് കിട്ടാതിരിക്കുകയില്ല, നൽകപ്പെടാതിരിക്കുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ജിബ്രീലും കൂടെ ഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ഡോർ വാനലോകത്ത് തുറക്കപ്പെട്ട് സ്പെഷ്യൽ മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇതിന്റെ പ്രത്യേകത പറയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകതയും പറഞ്ഞു, ആമന റസൂലു എന്ന് തുടങ്ങുന്ന അൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള ഈ രണ്ട് ആയത്തുകളുടെ പ്രത്യേകതയും പറഞ്ഞു. അത് രണ്ടും നമ്മുടെ ദുആക്ക് ഏറ്റവും, അത് രണ്ടും മുഖേന, അത് രണ്ടിലൂടെയും പ്രാർത്ഥിക്കുന്നവർക്ക് രണ്ടിലുണ്ട് ദുആകൾ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഫാത്തിഹയിലുള്ള ദുആയാണ്. ഇതിലോ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ചോദിച്ചാണ് കിട്ടുന്നതാണ്, ചോദിച്ചാൽ അതാണ് കിട്ടുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്താണ്? എന്ത്? നഅം, അതെ ഞാൻ തരും, അതെ അങ്ങനെ തന്നെയാണ്, ഞാൻ തരും, ഞാൻ സഹായിക്കും എന്നിങ്ങനെ. സഹോദരങ്ങളെ, അതിൻ്റെ ഒരു ഏകദേശ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ റസൂല് വിശ്വസിച്ചിട്ടുണ്ട്. തുടക്കം തന്നെ പറയുന്നത് ഈമാൻ കാര്യങ്ങളാണ്. അള്ളാഹുവിലേക്ക് ഇറക്കിയത് അള്ളാഹുവിൻ്റെ റസൂല് വിശ്വസിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികളും അത് വിശ്വസിച്ചവരാണ്. എല്ലാവരും തന്നെ അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. നബിമാർക്കിടയിൽ അവർ ഒരു വിവേചനവും കൽപ്പിക്കാത്തവരുമാണ്. മാത്രമല്ല, റബ്ബിങ്കൽ എന്നുള്ള ഏത് നിയമങ്ങൾ കേട്ടാലും അവരെല്ലാവരും തന്നെ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങളതനുസരിക്കാൻ സന്നദ്ധരാണെന്ന് പറയുന്നവരാണ്. റബ്ബേ, ഞങ്ങളുടെ പാപം നീ പൊറുത്തു തരണേ, നിന്റെ അടുക്കലേക്കാണല്ലോ മടങ്ങി വരുന്നത്. ഇതാണ് ഒന്നാമത്തെ ആയത്തിലുള്ളത്. രണ്ടാമത്തതിലോ അള്ളാഹു ഒരാളോടും അതിന് കഴിയാത്തത് നിർബന്ധിക്കുകയില്ല. റബ്ബ് ചെയ്ത കാരുണ്യമാണ്. നമ്മളെ കൊണ്ട് കഴിയാത്തതൊന്നും റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നത് എന്താണ്? ഓരോരുത്തർക്കും എന്താണോ അവര് സമ്പാദിച്ചത് അതാണ് കിട്ടുക. ആ നിലക്ക് മനുഷ്യർക്ക് നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന, അവന് കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങളെ കുറിച്ചുള്ള ഒരു സൂചന പറഞ്ഞു. പിന്നെയോ അവരുടെ പ്രാർത്ഥന എന്താണ്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് മറവി സംഭവിച്ചാലോ അബദ്ധം സംഭവിച്ചാലോ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ലേ. മുൻഗാമികളായ ആളുകൾക്ക് നീ വഹിപ്പിച്ചതുപോലെയുള്ള ഭാരങ്ങൾ അല്ലാ നീ ഞങ്ങൾക്ക് വഹിപ്പിക്കരുതേ. ഞങ്ങൾക്ക് താങ്ങാനാവാത്ത പ്രയാസങ്ങളും വിഷമങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും തന്ന് നീ ഞങ്ങൾക്ക് ഭാരം നീ വഹിപ്പിക്കരുതേ. ഞങ്ങളോട് മാപ്പാക്കണേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ, ഞങ്ങളോട് കരുണ ചെയ്യണേ. നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അവിശ്വാസികളായ ജനത ഞങ്ങൾക്കെതിരെ എന്ത് തന്നെ അക്രമത്തിനും ഗൂഢപദ്ധതികൾക്കും മുതിർന്നാലും അവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ. ഇങ്ങനെയെല്ലാം അടങ്ങിയിട്ടുള്ള മഹത്തായ രണ്ടായത്തുകളാണിത്.
അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതെന്ത് ചെയ്യണം? ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ, ഇത് രാത്രിയിലോ ഉറങ്ങാൻ കിടക്കുന്ന വേളയിലോ ഒക്കെ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പ്രത്യേകത പറഞ്ഞത് എന്താണ്? ഫീ ലൈലത്തിൻ, ആരെങ്കിലും മൻ ഖറഅ ബിൽ ആയത്തൈനി, ഈ രണ്ടായത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ, മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു, അത് രണ്ടും അവന് മതിയാകുന്നതാണ്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ് ഈ കഫതാഹു? അവൻ അത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞിടത്ത് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു, രാത്രി നിസ്കാരത്തിന് ബദൽ നിൽക്കാൻ മാത്രം ഈ രണ്ടായത്തുകൾ പാരായണം ചെയ്യുന്നത് പുണ്യകരമാണ് എന്ന് പറഞ്ഞാൽ, ഇത് ചൊല്ലിയാൽ പിന്നെ രാത്രി നിസ്കാരം വേണ്ടെന്നല്ല. രാത്രി നിസ്കാരം നമ്മൾ രാത്രി നിസ്കരിച്ചാലുള്ള കൂലില്ലേ, ആ കൂലി ഈ രണ്ടായത്തിന്റെ പാരായണത്തിന് പകരം, ഈ രണ്ടായത്തുകൾ അതിന് പകരം അത് മതിയാകുന്നതാണ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. രാത്രിയിലുള്ള മറ്റു ഖുർആൻ പാരായണത്തിനെല്ലാം കൂടി പകരം ഈ രണ്ട് ആയത്തുകളുടെ പാരായണം മതിയാകുന്നതാണ് എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട്. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ സമ്പൂർണത വെളിപ്പെടുത്തുന്ന എല്ലാം ഈ ആയത്തുകളിലുള്ളത് കൊണ്ട് അവന്റെ ഈമാനിനെ നിലനിർത്തുവാൻ ഇത് മതി. അങ്ങനെ ഈമാനിന് അത് പകരം, ഈമാനിനെ നിലനിർത്തുവാൻ അത് മതി എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. മൂന്നാമത്തെ വ്യാഖ്യാനം. ഇനി നാലാമതൊരു വ്യാഖ്യാനം, വഖതാഹു മിൻ കുല്ലി സൂഇൻ വമക്റൂഹിൻ, എല്ലാ ആപത്തുകളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അവന് കാവൽ നൽകാൻ ഈ രണ്ട് ആയത്തുകൾ മതി. ചീത്തയായ വെറുക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവന് പ്രൊട്ടക്ഷൻ നൽകാൻ ഈ രണ്ടായത്തുകൾ മതി. അഞ്ചാമത്തെ വ്യാഖ്യാനം, ഔ കഫതാഹു ശർറശയാതീൻ, പിശാചുക്കളുടെ തിന്മയിൽ നിന്ന്, പിശാചുക്കളുടെ ശല്യത്തിൽ നിന്ന് ഈ രണ്ടായത്തുകൾ അവന് മതിയാകുന്നതാണ്. അതേപോലെ തന്നെ ഔ ശർറസഖലൈനി, ആറാമത്തെ വ്യാഖ്യാനം, മനുഷ്യരുടെയും ജിന്നുകളുടെയും ഷർറിൽ നിന്ന് ഇത് പകരമാകുന്നതാണ്, അവന് മതിയാകുന്നതാണ്, കാവലാകുന്നതാണ്. ഔ ശർറിൽ ആഫാതി കുല്ലിഹാ, സർവ ആഫത്തുകളിൽ നിന്നും അവന് പകരം, അവന് പ്രൊട്ടക്ഷൻ നൽകാൻ ഇത് മതിയാകുന്നതാണ്. മറ്റൊരു വ്യാഖ്യാനം, ഔ കഫതാഹു ബിമാ ഹസല ലഹു മിൻ സവാബി ഗൈരിഹാ, മറ്റുള്ള ഏത് പ്രതിഫലങ്ങളെക്കാളും അവന് പ്രതിഫലം കിട്ടാൻ ഈ രണ്ട് സൂക്തങ്ങൾ തന്നെ മതിയാകുന്നതാണ്. അങ്ങനെ 5-8 വ്യാഖ്യാനങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയാണ്, വലാ മാനിഅ മിൻ ഇറാദത്തി ഹാദിഹിൽ ഉമൂർ, ഇവയെല്ലാം കൂടി ജമീഅഹ, അവ മുഴുവനും കൂടി ഉദ്ദേശിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പൊ എല്ലാം ഈ പറഞ്ഞതൊക്കെ ഇതിൽ വരും. വഫദലുല്ലാഹി വാസിഉൻ, റഹ്മാനായ റബ്ബിന്റെ ഔദാര്യം അതെത്ര വിശാലമാണ് എല്ലാ അർത്ഥത്തിലും. ഇതുകൊണ്ട് നമുക്കത് വലിയ പ്രയോജനമുണ്ടാകുന്ന കാര്യമാണ്. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അർശിന്റെ അടിഭാഗത്ത് നിന്ന് ഇത് ഒരു നിധി കുംഭത്തിൽ സൂക്ഷിച്ചു വെച്ച വചനങ്ങളായിരുന്നു എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നത് എന്താ? ഉഅ്തീതു, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗങ്ങൾ, മിൻ കൻസിൻ തഹ്തൽ അർശ്, അർശിന്റെ അടിയിലുള്ള ഒരു നിധി കുംഭത്തിൽ നിന്നാണ് എനിക്ക് ഈ രണ്ടായത്തുകൾ നൽകപ്പെട്ടിട്ടുള്ളത് എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇഖ്റഇൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, ബഖറ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നിന്ന് ഈ രണ്ടായത്തുകൾ നീ പാരായണം ചെയ്യുക. ഫഇന്നി ഉഅ്തീതുഹുമാ മിൻ തഹ്തിൽ അർശി, അർശിന്റെ അടിഭാഗത്ത് നിന്നാണ് അത് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെയേറെ പ്രാധാന്യം ഇതിനുണ്ട്. അതേപോലെ തന്നെ ഈ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുകയും ആശയം ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടേതായ രാത്രികളിൽ ഇത് മുടങ്ങാതെ പാരായണം ചെയ്യുക. റഹ്മാനായ റബ്ബ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാത്തവര് ആയത്തുൽ കുർസി ആവട്ടെ, ഇതൊക്കെ ആവട്ടെ, മനഃപ്പാടമാക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ അർത്ഥം ഒരു ചുരുങ്ങിയ നിലക്കെങ്കിലും നമ്മുടെ മനസ്സിൽ അത് പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാവണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മുടെ രാത്രി ഉറങ്ങേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മാനിക്കുന്ന
പാലിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.